ഹലോ, ഹായ്, എല്ലാവർക്കും മൈ വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചാം സ്റ്റിക്കിൻ്റെ ഒരു വീഡിയോയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചാം സ്റ്റിക്കിൻ്റെ ഒരു ഷോർട്സ് ഇട്ടപ്പോഴത്തേക്ക് ഇതെങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒത്തിരി കമൻസ് വന്നായിരുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് സ്റ്റിക്ക് ചെയ്യേണ്ടതെന്ന് അറിയാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ, ഈ ചാം സ്റ്റിക്കിനെ കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് അറിയാമെന്നുള്ളവർക്ക് സ്കിപ്പാവാം കേട്ടോ. അപ്പോൾ ഇത് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ 7000 എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ നിന്നൊരു ചാം നമുക്ക് എടുക്കാം. ഇത് അത്യാവശ്യം റേറ്റ് വരുന്നതാണ് കേട്ടോ ഈ ചാംസൊക്കെ. അപ്പോൾ ഇതാണ് ചാം സ്റ്റിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് വന്നിട്ട് ഒരു പീസിന് വന്നിട്ട് 2 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. 2 രൂപയാണ്. അപ്പോൾ ഈ റൗണ്ട് ഷേപ്പിനകത്തും ആ റൗണ്ടായിരിക്കുന്നതിനകത്ത് മുഴുവൻ നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എങ്ങനെയാണോ നമ്മൾ സ്റ്റിക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. ശരിക്കുള്ള പൊസിഷൻ നോക്കിയിട്ട് ഓരോ ചാംസ് ഓരോ മോഡലല്ലേ, അപ്പോൾ ഏത് മോഡലിലാണ് നമുക്ക് സ്റ്റിക്ക് ചെയ്യേണ്ടത് അങ്ങനെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. ഇതിലൊരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, നമുക്കിത് ബാക്കിൽ സ്റ്റിക്ക് ചെയ്യുമ്പോൾ അത്യാവശ്യം ഇത് മറഞ്ഞ് നിൽക്കുന്ന വീതി ഉണ്ടോ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഇത് പുറത്ത് കാണാത്ത രീതിയിൽ നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അത്രേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ വർക്കെന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക, എന്നിട്ടിത് നന്നായിട്ട് ഉണങ്ങാൻ വയ്ക്കുക. ഇത്രേ ഉള്ളൂ കേട്ടോ. ഇതാണ് ചാം സ്റ്റിക്ക് എന്ന് പറയുന്നത്. ഈ വൈറ്റ് സാധനമാണ് കേട്ടോ. ഇത് നമുക്ക് മാലയിലോ ബ്രേസ്ലെറ്റിലോ പിന്നെ കുട്ടികളുടെ എന്ത് പ്രോഡക്റ്റിൽ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ബാഗിലൊക്കെ നമുക്ക് ഇത് ഹാങ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഇപ്പോൾ ഒത്തിരി പേര് പേനയിലൊക്കെ ചെയ്യുന്നുണ്ട്. പേനയിൽ ഹാങ്ങിങ് ആയിട്ടൊക്കെ ചെയ്തിടുന്നുണ്ട്, ഒട്ടിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ അത്യാവശ്യം റേറ്റുള്ള ചാംസാണ് കേട്ടോ. ഈ റെയിൻബോ ആയാലും ഹണി ബി ആയാലും മെർമെയ്ഡ് ആയാലും ഇതൊക്കെ അത്യാവശ്യം റേറ്റുള്ളതാണ്. പക്ഷേ റേറ്റ് കുറഞ്ഞ ചാംസും നമ്മുടെ കയ്യിലുണ്ട്, ചെറിയ മോഡൽ ചാംസ്. അപ്പോൾ അതിലും ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അതിൽ സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബേക്കെല്ലാം കവർ ചെയ്ത് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അതിൽ വേണമെങ്കിലും സ്റ്റിക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ വില കുറഞ്ഞ ചാംസുകളാണ് കേട്ടോ. പക്ഷെ നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസാണ്. അപ്പോൾ മാലയായിട്ടോ കമ്മലായിട്ടോ ഒക്കെ ചെറിയ പിള്ളേർക്ക് ഇതൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് സ്ലൈഡിലൊക്കെയാണ്, അലിഗേറ്ററിലൊക്കെയാണ് ഞാൻ സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ നിന്ന് വാങ്ങുന്നവരും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയൊക്കെ വെറൈറ്റി ആയിട്ട് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഏത് മോഡൽ ചാംസ് വേണമെങ്കിലും നമുക്കിങ്ങനെ സ്റ്റിക്ക് ചെയ്യാൻ പറ്റും. ഈ ചാം സ്റ്റിക്ക് ഉണ്ടെങ്കിൽ പറഞ്ഞ പോലെ ബാക്കൊന്ന് കവർ ചെയ്ത് വയ്ക്കുക. ഇതിൽ വേണമെങ്കിൽ വെക്കാം കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്കായിട്ട് ഇങ്ങനെ അതിൻ്റെ ലൂപ്പ് ഹോൾ വന്നാൽ മതി. അത് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് മാലയിലൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഇടാൻ പറ്റും. അപ്പോൾ വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു ബെസ്റ്റ് ചോയ്സ് തന്നെ ആയിരിക്കും. ഞാൻ ഇത് വെച്ചിട്ട് 2 മാല ചെയ്തായിരുന്നു. അപ്പോൾ 2 മാലയും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ബണ്ണി ബീഡും ക്രിസ്റ്റൽ ബീഡും കൂടെ വെച്ചിട്ട് ഞാൻ ചെയ്തതാണ്. അപ്പോൾ ഈ ബണ്ണി ബീഡും ക്രിസ്റ്റൽ ബീഡ്സും ഒക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല ഭംഗിയാണ്. ഇതിൽ കാണുന്ന പോലെ ഇതുപോലെ നമുക്ക് മാല ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഹണി ബി വെച്ചിട്ടാണ്. അടുത്തൊരെണ്ണം ഞാൻ ചെയ്തിരിക്കുന്നത് റെയിൻബോ വെച്ചിട്ടാണ്. അപ്പോൾ ഇതും അതുപോലെ നല്ല ഭംഗിയുള്ളതാണ്. നമുക്ക് കസ്റ്റമൈസേഷനൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റൂല, ഇതുകൊണ്ട് നന്നായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുറച്ച് ചാംസിൻ്റെ കളക്ഷൻ ഉണ്ടാവട്ടെ എപ്പോഴും. വീഡിയോ ഉപകാരമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.